വെൽക്കം ബാക്ക്. ഇന്ന് നല്ല മഴയുള്ള ദിവസത്തെ ഒരു ഈവനിങ് വ്ളോഗാട്ടോ കാണിക്കുന്നത്. ഒരു ചെറിയ ഈവനിങ് സ്നാക്കും അതുപോലെ ഒരു കോസി ഡിന്നർ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മഞ്ഞപ്പിത്തായിട്ട് റെസ്റ്റിലാണ്, 10 ദിവസത്തിൻ്റെ മേലെ ആയിട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു സുഖം തോന്നുന്ന സമയത്ത് ആ വീഡിയോസൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസൊക്കെ ഇൻഷാല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇത് നമുക്ക് ബീഫ് കിട്ടുമല്ലോ പെരുന്നാൾക്ക്. അപ്പോൾ ആ സമയത്ത് ലാസ്റ്റ് കുറച്ച് എല്ലും അതുപോലെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചതിന് എന്തെങ്കിലും സ്നാക്കോ അല്ലെങ്കിൽ ഇറച്ചി പൂളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ സ്നാക്കും ഇറച്ചി പൂളൊക്കെ. അപ്പോൾ അതിന് പകരമായിട്ട് നിന്നാൽ നമുക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആണപ്പത്തിരി എന്നൊക്കെ പറയും കണ്ണൂർ ഭാഗത്ത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് വഴറ്റാൻ പോവാണ് കേട്ടോ. നമ്മളെ മലപ്പുറം ഭാഗത്ത് ഈ ഒരു പത്തിരി ഉണ്ടാക്കുന്നത് ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. ഒരു കോസി ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് മഴക്കാലത്തൊക്കെ നല്ല ചൂടോട് കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കറിയും അതുപോലെ തന്നെ തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ റേക്ക് അവിടെ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഓളെ ഇരുത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കോൺഫ്ലെക്സ് ഒക്കെ കൊടുത്താണ് അത് മൊത്തം പരത്തിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഈച്ച ശല്യമായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്താട്ടോ ഇപ്പോൾ ഈച്ച ശല്യം കുറച്ചൊരു കുറവ് തോന്നുന്നുണ്ട്. ഉള്ളി പച്ചമുളകൊക്കെ വഴന്ന് വന്നപ്പം തക്കാളി ചേർക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ആവശ്യത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു സിമ്പിൾ കറിയായിട്ട് ഉണ്ടാക്കിയാൽ മതി. അതിലേക്ക് നമ്മൾ അരപ്പും കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എല്ലാ സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഗരം മസാല അതുപോലെ തന്നെ ഈ ഉലുവ ജീരകം അങ്ങനെയൊക്കെ ചേർക്കുന്നവരുണ്ടാവും, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയാൽ മതിയേ. ഇനി ഇതൊക്കെ ഒന്ന് ആ എണ്ണൻ്റെ കൂടെ വഴറ്റിയിട്ട് പച്ചമണം മാറിയതിന് ശേഷം തക്കാളിയും ബീഫും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം പോലെ ഉണ്ടായിക്കോട്ടെ കേട്ടോ കറി. കാരണം സാധാരണ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർക്കുള്ളൂ. കാരണം ബീഫിൽ നിന്ന് തന്നെ കറി ഇറങ്ങി വരും, വെള്ളം ഇറങ്ങി വരും. പക്ഷേ ഇത് കുറച്ചും കൂടി കറി പോലെ നിന്നോട്ടെ, കുറച്ച് ലൂസായിട്ട് തന്നെ നിന്നോട്ടെ. കാരണം നമ്മളിതിലേക്ക് ആ ഒരു കുഞ്ഞിപ്പത്തിരിയൊക്കെ മിക്സ് ചെയ്ത് അതൊക്കെ കുടിച്ച് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കറി പോലെ തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി സാധാരണ ബീഫ് കറീൻ്റെ ചെയ്യുന്ന പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിലും കൂടി അടുപ്പിച്ചിട്ട് നന്നായിട്ട് തന്നെ വെന്തോട്ടെ കേട്ടോ. നല്ലോണം വെന്തോട്ടെ, വേവ് കുറച്ചൊന്നും വെക്കണ്ട, നല്ല രീതിയിൽ വേവിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. ആ സമയത്ത് നമുക്ക് അരപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിയാണ്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി അരിയൊക്കെ ഒന്ന് ഇതുപോലെ പൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങ മൊത്തത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ വലിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കരിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫ് കറി വെക്കുന്ന ടൈമിലൊക്കെ അതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കരിവേപ്പില ഇല്ല കേട്ടോ ഈ സമയത്ത്, അതുകൊണ്ടാണ് ചേർക്കാത്തത്.
ഇടയ്ക്ക് കേശൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അവളെ ഞാൻ മേലേക്കാൻ വേണ്ടി പറഞ്ഞയച്ചാട്ടോ. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് ഒരു സിമ്പിൾ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പഴംപൊരിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പഴം കുറച്ച് കട്ടിയിലും മാവ് കുറച്ച് ലൂസായിട്ടുമാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. സാധാരണ ഞാൻ ചെയ്യുമ്പം പഴം കട്ടി കുറച്ചിട്ട് മാവ് കുറച്ച് കട്ടി കൂടുതലാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതൊരു വെറൈറ്റി പോലെ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ചെയ്ത് നോക്കിയപ്പോൾ. ഇതാ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന മൂടരി അറിയും ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ട് നല്ല തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചതാണ്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ. ഇനി വെള്ളം വാർത്തിട്ട് അതിലേക്ക് ഞാൻ അര വലിയ ഉള്ളി, നിങ്ങൾക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം സാധാരണ നമ്മൾ വലിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി കൂട്ടി കുഴച്ച് സാധാരണ നമ്മൾ ആ ഒരു കുഴഞ്ഞ് കിട്ടുന്ന നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടകളാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് വേണ്ട പൊടി കുറേശ്ശെ ചേർത്തിട്ട് നന്നാക്കിയിട്ട് കുഴച്ച് ബോൾസ് ആക്കിയിട്ട് അങ്ങനെ എടുക്കുക. അരച്ചെടുക്കുമ്പം പേസ്റ്റ് പോലെ എന്ന് പറഞ്ഞത് ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ, അല്ലാണ്ട് നന്നായിട്ട് പേസ്റ്റ് ആവേണ്ട, ആ ഒരു തുരുതുരുപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ അതിൽ അരി. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ആവിച്ചെമ്പ് അല്ലെങ്കിൽ ഇഡ്ലി ചെമ്പിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം ഈ ഒരു ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഒന്ന് വിരൽ വെച്ച് അമർത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഡ്ലി ചെമ്പിനെ പറ്റിയിട്ട് 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ടും, അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴേക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡ്ലി ആ ഒരു നൂൽപുട്ടിനെ പറ്റിയിട്ടും ഒക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് അതിലൊന്നും കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു കുഞ്ഞിപ്പത്തിരി എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ മേലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ആവിക്ക് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി നൂൽപുട്ടൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയം മതിയാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഹാർഡായി വരുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ. അപ്പോൾ റെഡി ആയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് തണിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിങ്ങനെ വിടർത്തിയിടാൻ പറ്റുക. ഇനി അഥവാ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിട്ട് പോരും. ഒട്ടിപ്പിടിക്കൂല, ഇനി അഥവാ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മൊത്തം നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം പോലെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അത് മൊത്തം ആ ഒരു കുഞ്ഞിപ്പത്തിരി വലിച്ചെടുത്തോളൂ. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. ഈ സമയത്ത് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണം നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.
നല്ലോണം അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്ത് ഓഫാക്കിയിടുക. പിന്നെ ഒന്ന് ആറിയതിന് ശേഷം വിളമ്പിയിട്ട് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക കേട്ടോ. ഒരു കട്ടൻ ചായൻ്റെ കൂടെ കാണുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. മോശമാണെങ്കിലും നല്ലതാണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.